ഗുഡ് മോർണിംഗ്. അതില്ലേ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കൂടാനാണ് പ്ലാന്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. രാവിലെ എന്ന് പറയാൻ അത്ര രാവിലെ ഒന്നുമില്ല കേട്ടോ, ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ എടുത്ത് അത് കഴുകി അടുപ്പത്തൊക്കെ ഇട്ട് അപ്പം നമുക്ക് കുറച്ച് ചീനി ഇട്ടിട്ടുണ്ടായിരുന്നേ. ചീനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഈ ഇങ്ങനെ ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തുമ്മിട്ടുണ്ടായിരുന്നു. ഈ തുമ്മൽ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. എപ്പോഴും തുമ്മി 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 ഞാൻ പണ്ടാരടങ്ങി എന്താ ചെയ്യുക, ഇതിൽ അലർജി പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കപ്പ ചെറുതായിട്ടൊക്കെ നുറുക്കി അത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണേ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ബാക്കിലൂടെ വരാണ് കേട്ടോ. അത് ഉറക്കത്തിന് എൻ്റെ വരുന്ന ഉറക്കമാണ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. അപ്പോൾ പാത്രം എനിക്ക് കഴുത്തരാന്ന് പറയാണ്. എന്തായാലും വന്നല്ലേ കഴുകിക്കോട്ടെന്ന് ഞാനും കരുതി. അപ്പോൾ അത് ഞാൻ ചോദിക്കുകയാണ്, നീ ക്യാമറ കണ്ടിട്ടല്ലേ എനിക്ക് കഴുകി തരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടുള്ള ചിരിയാണ് രണ്ടുപേരും കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ആൾ തന്നെയാണ് സഹായിക്കൽ. പിന്നെ സൺഡേ അല്ലേ, അപ്പോൾ ഞാൻ വിളിക്കാനൊന്നും പോകാറില്ല. അത് കഴിഞ്ഞ് നമുക്ക് കപ്പയ്ക്ക് വേണ്ടി തേങ്ങ വേണമായിരുന്നു. അപ്പോൾ ഈ തേങ്ങ ഒന്ന് രണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ആളോട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോ ആണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് മുറിച്ചതല്ലല്ലോ, അത് രണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങാവെള്ളം കുടിക്കുകയാണ് കേട്ടോ. എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം. അതിന് എപ്പോഴേ കപ്പുമായിട്ട് പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആളെ തേങ്ങ തിരികെ തരാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ ഇർഫാൻ തേങ്ങ തിരികെ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ എൻ്റെ തട്ടിക്കൂട്ട് മോരില്ലേ, ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ട് മോര് ഉണ്ടാക്കി നമ്മുടെ കപ്പ വേവിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയ മത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അടുപ്പിച്ച് ചെറിയ മത്തി തന്നെയാണ്. അങ്ങനെ ചെറിയ മത്തി വറുത്തു. നല്ല ചോറും കപ്പയും ആ ചെറിയ മത്തിയും മോരും കൂടെ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, അതുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കഞ്ഞിവെള്ളം കളഞ്ഞിട്ടില്ലായിരുന്നു. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടേ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇതിലേടായിട്ട് നന്നായിട്ട് ഈ തലകറക്കം പ്രഷർ ലോ ആയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഞാൻ ഉപ്പിട്ട് കുടിക്കലുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം